നിങ്ങൾ ഈ ഒരു വീഡിയോ അവസാനം വരെ കാണുകയാണെങ്കിൽ നിങ്ങളുടെ ഫോണിലും ഇതുപോലുള്ള കുറേ ഷോർട്ട് കട്ടുകൾ ആഡ് ചെയ്യാൻ പറ്റും. അത് നിങ്ങളുടെ ഫോണിൻ്റെ പല ബട്ടണുകൾ, അതായത് വോളിയം ബട്ടൺ അല്ലെങ്കിൽ പവർ ബട്ടണൊക്കെ കേടാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഷോർട്ട് കട്ടുകൾ ഉപയോഗിച്ച് ഫോൺ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. അതിന് നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഫോണിൻ്റെ സെറ്റിങ്സിൽ പോവുക. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ അഡീഷണൽ സെറ്റിങ്സ് എന്ന് കാണും. അവിടെ ആക്സസിബിലിറ്റി എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യുക. നമുക്ക് വേണ്ടത് ആദ്യത്തെ ഈ രണ്ട് ഓപ്ഷനാണ്, ആക്സസിബിലിറ്റി ഷോർട്ട് കട്ടും ആക്സസിബിലിറ്റി മെനുവും. ഇതിൽ ആദ്യമേ ആക്സസിബിലിറ്റി ഷോർട്ട് കട്ട് ഒന്ന് ഓൺ ചെയ്ത് വെക്കുക. അതിനുശേഷം അതിന് മുമ്പ് നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം ആക്സസിബിലിറ്റി മെനു ഓൺ ആണോ നോക്കുകയാണ്. ഇതെപ്പോഴും ഓൺ ആയിരിക്കണം. ഈ ആക്സസിബിലിറ്റി മെനു ഓൺ ചെയ്യുമ്പോഴേ നമുക്ക് ഈ താഴത്തുള്ള ഈ ബട്ടൻ്റെ അടുത്തായിട്ട് പുതിയൊരു ബട്ടൺ കൂടി വരുന്ന കാണാൻ പറ്റും. ഈ രണ്ടാമത്തെ ഓപ്ഷൻ ഓൺ ചെയ്തതിന് ശേഷം ആദ്യത്തെ ആക്സസിബിലിറ്റി ഷോർട്ട് കട്ട് എന്നുള്ളത് എനേബിൾ ചെയ്തിരിക്കണം. അതിനുശേഷം ഷോർട്ട് കട്ട് സർവീസ് എന്നുള്ളിടത്ത് ആക്സസിബിലിറ്റി മെനു തന്നെ ഓൺ ചെയ്ത് വെക്കുക. ഈ 4 സെലക്ട് ചെയ്യരുത്. ഈ അവസാനം കാണുന്ന ആക്സസിബിലിറ്റി മെനു തന്നെ സെലക്ട് ചെയ്യുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ഈ ഫോണിൻ്റെ ഈ ഒരു വോളിയം ബട്ടൺ വർക്ക് ചെയ്തില്ലെങ്കിലോ അല്ലെങ്കിൽ ഈ ഒരു പവർ ബട്ടൺ വർക്ക് ചെയ്തില്ലെങ്കിലോ നമുക്ക് ഫോണിൻ്റെ വോളിയം ഒക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. കണ്ടില്ലേ, ഈ ഒരു പുതിയൊരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വോളിയം കുറയ്ക്കാൻ പറ്റും. ഒപ്പം തന്നെ വോളിയം കൂട്ടാം. അതുപോലെ തന്നെ പവർ ഓഫ് ചെയ്യാനും ഒപ്പം തന്നെ റീസ്റ്റാർട്ട് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ നമുക്ക് മറ്റു പല ഓപ്ഷനുകളും ബ്രൈറ്റ്നസ് കൂട്ടാനും കുറയ്ക്കാനും ഒപ്പം തന്നെ സ്ക്രീൻ ലോക്ക് ചെയ്യാനും ഒക്കെ സാധിക്കുന്നതാണ്. മാത്രമല്ല നമുക്ക് റീസെൻറ്റ് ആപ്സ് എടുക്കാനും അതിനൊപ്പം തന്നെ സ്ക്രീൻഷോട്ട് എടുക്കാനും. ഈ സ്ക്രീൻഷോട്ട് എടുക്കാൻ നമുക്ക് 3 ഫിംഗർ വെച്ച് ഒന്ന് സ്വൈപ്പ് ചെയ്താൽ നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റും. പക്ഷേ ചില സാഹചര്യങ്ങളിൽ നമ്മളിങ്ങനെ 3 ഫിംഗർ വെച്ച് സ്വൈപ്പ് ചെയ്യുമ്പോൾ സ്ക്രീനിലൊന്ന് ടച്ച് ആകുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള സമയത്തൊക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. ഇതിൻ്റെ കൂടെ തന്നെയുള്ള മറ്റൊരു ഓപ്ഷനാണ് ആക്സസിബിലിറ്റി സെറ്റിങ്സിൽ തന്നെ നമുക്ക് മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൂടി ലഭിക്കുന്നുണ്ട്. അതായത് നമുക്ക് നമ്മുടെ സ്ക്രീനിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം പ്രത്യേകിച്ച് ഒന്ന് സൂം ചെയ്ത് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കാം. ജസ്റ്റ് അതൊന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ജസ്റ്റ് 3 വട്ടം ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഭാഗം മാത്രമായിട്ടൊന്ന് സൂം ചെയ്ത് കാണാൻ പറ്റും. വീണ്ടും 3 വട്ടം ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ പഴയതുപോലെ ആവും. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു കാര്യം ട്രൈ ചെയ്ത് നോക്കുക. ആക്സസിബിലിറ്റി ഷോർട്ട് കട്ടും ഒപ്പം തന്നെ മെനുവും കൂടാതെ മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു കാര്യവും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് എനിക്ക് ഇൻസ്റ്റയിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ഒപ്പം തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ.